ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് തേഴ്സ്ഡേ ആണ്. അപ്പോൾ തേഴ്സ്ഡേ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? ഞാൻ പാലക്കൊന്നും വന്നില്ലത് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞാൽ ഇഡ്ഡലി ഉണ്ട്, ഉഴുന്ന് ദോശയുണ്ട്. മറ്റേത് ഉഴുന്ന് ദോശ തന്നെ, മറ്റേത് ഗ്രേവിയാണ്. ഇത് ചട്ടിയിൽ വെച്ചിട്ടതാണ്, മറ്റേത് ഫ്രൈങ് പാനിൽ. എങ്ങനെ മാവ് കൊണ്ട് ഒന്നും നേരെയാകുന്നില്ല. അതിൻ്റെ 3 വെറൈറ്റി ടൈപ്സാണ് ഞാൻ കഴിച്ചത്. എല്ലാം ഓരോന്നും അടിപൊളിയായിരുന്നു. പിന്നെ കട്ടൻ ചായയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 9-10 മണിയാകുമ്പോൾ നമുക്ക് അംസം ഒരു പഴം കിട്ടീനി. അളയമേൻ്റെ തറവാടുന്ന് അംസം ഒരു പ്രസാദമാണ്. ഉച്ചക്ക് പറഞ്ഞാൽ ഇന്നലത്തെ കുറച്ച് ബിരിയാണിയുടെ ഇതുണ്ടെങ്കിൽ ഗ്രേവിയും അച്ചാറും കൂന്തൽ വറവും പരിപ്പ് കറിയും ക്യാബേജ് വറവും. അതിന് ഉച്ചത്തെ ഫുഡ് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അതിന് വയറ് നിറച്ചും കഴിച്ചു. പാലപ്പം നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫുള്ള് തന്നെ ഡയറ്റ് പറയേ വേണ്ട, ഡയറ്റ് എല്ലാം പോയി പോകുന്നുണ്ട്. ഇതാ അപ്പു ചോറ് വയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്, ഇതാ ശില്പിച്ച് വിളമ്പുന്നുണ്ട്, അനുദയുടെ നിൽക്കുന്നുണ്ട്, ചോറ് വയ്ക്കാനെല്ലാം റെഡി. നാരായണി ഇത് അപ്പുറമുണ്ട്. ഇപ്പം നാരായണി ഇങ്ങോട്ട് തിരി അതാ കണ്ടോ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ഇരിക്കുന്നുണ്ട്. അനുവിന് ഇന്നലത്തെ അയില പൊരിച്ചതുണ്ടായിട്ടോ. പിന്നെ ഞാൻ ഇന്ന് വോട്ടല്ലേ നാട്ടിലേക്ക് നീലേശ്വരത്തേക്ക് വന്നു. അപ്പോൾ രാത്രി എനിക്ക് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ചപ്പാത്തി ആക്കി കുറച്ച് പരിപ്പ് കറി ആക്കിനി. ദാൽ വീട്ടിലത്തത് കേട്ടാ ഞാൻ ആക്കിയത് വന്നിട്ട്. അങ്ങനെ ഞാൻ 3 ചപ്പാത്തിയും മൊത്തം ഈ കുയിൽ ദാൽ കറി പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഫുൾ എൻ്റെ ഇന്ന് തേഴ്സ്ഡേ സ്പെഷ്യൽ. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ, ഗുഡ് നൈറ്റ്, ശുഭരാത്രി ഗൈസ്.